നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് നാളെ സ്പെഷ്യൽ വന്ദേ ഭാരത് റിസർവേഷൻ ആരംഭിച്ചു. കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് നാളെ വന്ദേ ഭാരത് പ്രത്യേക സർവീസ് നടത്തും. രാവിലെ 10:45 കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 10 മംഗളൂരു സെൻട്രലിലെത്തും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് സർവീസ് എന്ന് റെയിൽവേ അറിയിച്ചു. 8 കോച്ചുകളാണുള്ളത്. കൊല്ലം, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. റിസർവേഷൻ ആരംഭിച്ചതായും റെയിൽവേ അറിയിച്ചു. UK-യിൽ അപകടം, മലയാളി യുവാവിന് ദാരുണാന്ത്യം. UK-യിൽ ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം. കാലടി കൊറ്റമം മണവാളൻ ജോസ് മകൻ റെയ്ഗൻ ജോസാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. 4 മാസം മുമ്പാണ് റെയ്ഗൻ UK-യിലേക്ക് പോയത്. തലക്കേറ്റ പരിക്കാണ് മരണത്തിന് കാരണം. തിരൂരിൽ പിടികൂടിയത് 12 കിലോ കഞ്ചാവ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ തിരൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റോഡിൽ ഓട്ടോയിൽ കടത്തുകയായിരുന്ന 12.13 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശിനികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. പശ്ചിമബംഗാളിലെ ഫോട്ടാൻ ഗ്രാമത്തിലെ റയാൻ സ്വദേശി പാറുൽ ബീബി, പശ്ചിമബംഗാളിലെ ഹട്ടുദേവാൽ പീർത്തല സ്വദേശി അർജിന ബീബി. ഇവർക്ക് കഞ്ചാവ് കടത്താൻ ഓട്ടോയുമായി എത്തിയ ഓട്ടോ ഡ്രൈവർ തെന്നല കൊടക്കൽ ചുള്ളിപ്പാറ ചെനക്കൽ വീട്ടിൽ റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. വിവാഹത്തലേന്ന് നവവരന്റെ സഹോദരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. സാമ്പാളൂർ പുതുശ്ശേരി വീട്ടിൽ ഡെൽബിൻ ബാബു ആണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. സംഭവത്തിൽ സഹയാത്രികൻ പുതുശ്ശേരി വീട്ടിൽ അഭയവർഗീസിന് പരിക്കേറ്റു. മാള വടമയിൽ വെച്ചാണ് അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മതിലിടിച്ച് യാത്രികർ തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടൻ ഇവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡെൽബിൻ ബാബുവിനെ രക്ഷിക്കാനായില്ല. ആനച്ചാലിൽ കേബിൾ TV ടെക്നീഷ്യൻ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വീണു മരിച്ചു. ആനച്ചാൽ മെരിലാൻഡ് സ്വദേശി കൊയ്ക്കാങ്കുടി റെനി ജോസഫാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ആനച്ചാലിൽ ജോലിക്കിടെയാണ് സംഭവം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഗുരുവായൂരിൽ നാളെ മുതൽ ഏർപ്പെടുത്തിയിരുന്ന ദർശന നിയന്ത്രണം പിൻവലിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തെ ജൂലൈ 1 മുതൽ ഉദയാസ്തമന പൂജാ ദിവസങ്ങളിൽ നടപ്പാക്കാനിരുന്ന VIP സ്പെഷ്യൽ ദർശന നിയന്ത്രണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പിൻവലിച്ചു. ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമായതോടെയാണ് വിലക്ക് പിൻവലിച്ചത്. എന്നാൽ പൊതു അവധി ദിനങ്ങളിലെ നിയന്ത്രണം തുടരുമെന്ന് ദേവസ്വം ഭരണസമിതി അറിയിച്ചു. പൊതു അവധി ദിനങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിന് ക്ഷേത്രനട ഉച്ചയ്ക്ക് ശേഷം 3:30 തുറക്കും. ഈ ദിനങ്ങളിൽ പതിവ് ദർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും സമിതി അറിയിച്ചു. ആലുവയിലെ നോ പാർക്കിംഗ് ബോർഡ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വെച്ചതല്ല, നീക്കം ചെയ്തത് പോലീസ് നിർദ്ദേശപ്രകാരം. ആലുവയിൽ വ്യാപാരി ബോർഡുകൾ നീക്കം ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി ആലുവ ഡിവൈഎസ്പി രംഗത്ത്. ബോർഡുകൾ നീക്കം ചെയ്തത് പോലീസ് നിർദ്ദേശപ്രകാരമാണെന്നാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം. നീക്കം ചെയ്തത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വെച്ച നോ പാർക്കിംഗ് ബോർഡുകൾ അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർക്കിംഗുമായി ബന്ധപ്പെട്ട് കടയുടമകൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാനാണ് ബോർഡ് സ്ഥാപിച്ചത്. കച്ചവടം കുറയുന്നു എന്ന കടയുടമകളുടെ പരാതിയിൽ ബോർഡ് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാർ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ 9 പേർക്ക് പരിക്ക്. വയനാട് പള്ളിക്കൽ പാലമുക്കിലുണ്ടായ വാഹനാപകടത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിൽക്കുന്നവർക്കിടയിലേക്ക് പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായത്. പള്ളിക്കൽ നേർച്ച കഴിഞ്ഞ് മടങ്ങുന്നവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തോണിച്ചാൽ ഭാഗത്ത് നിന്ന് കല്യാണത്തും പള്ളിക്കൽ ഭാഗത്തേക്ക് വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥിയായി കനിയെത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് തൈക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ ഒരു പെൺകുഞ്ഞു കൂടി അതിഥിയായി എത്തി. വെള്ളിയാഴ്ച പുലർച്ചെ 3:30 10 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞ് അമ്മത്തൊട്ടിലെത്തിയത്.
കുഞ്ഞിനെ കനി എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി അറിയിച്ചു. തിരുവനന്തപുരം അമ്മ തൊട്ടിലിൽ ഇതുവരെയായി 605 കുട്ടികളാണ് പോറ്റമ്മമാരുടെ പരിചരണയ്ക്കായി എത്തിയത്. അതിഥിയുടെ വരവറിയിച്ച് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ബീഫ് സന്ദേശമെത്തി. ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരും ആയമാരും ചേർന്ന് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ എത്തിച്ച കുട്ടിയെ വിദഗ്ധ ആരോഗ്യ പരിശോധനകൾക്കായി തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ എത്തിച്ചു. പൂർണ്ണ ആരോഗ്യയായ കുരുന്ന് സമിതിയുടെ തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഇപ്പോൾ പരിചരണത്തിലാണ്. അമ്മയിൽ വനിതാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ തർക്കം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ തർക്കം. വനിതാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലാണ് തർക്കം രൂക്ഷമായത്. 3 സ്ത്രീകൾക്കുള്ള സീറ്റ് ഒഴിച്ചിട്ടതോടെ പ്രതിഷേധം ഉടലെടുത്തു. അമ്മയുടെ ഭരണഘടന പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 4 സീറ്റ് സ്ത്രീകൾക്കുള്ളതാണ്. എന്നാൽ തെരഞ്ഞെടുത്തത് അനന്യയെ മാത്രമാണ്. മത്സരിച്ച അൻസിബയെയും സരയുവിനെയും ഒഴിവാക്കുകയായിരുന്നു. ഇതോടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പിന്നാലെ തർക്കത്തിന് പരിഹാരവും ഉണ്ടായി. അൻസിബയെയും സരയുവിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രശ്നം പരിഹരിച്ചത്. അവശേഷിക്കുന്ന 1 സീറ്റിലേക്കുള്ള വനിതയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുന്നതായി.